തിരുവനന്തപുരം വെങ്ങാനൂരിൽ 14-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥി അലോഹനാഥനാണ് മരിച്ചത്. കഴുത്തിൽ മുറിവും ശരീരം നീലിച്ച നിലയിലുമായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് അലോഹനാഥനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവായി ഉണരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് 2ാം നിലയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിന് സമീപം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ മുറിവും ശരീരമാസകലം നീലിച്ച നിലയിലുമായിരുന്നു. മൃതദേഹം തുടർ നടപടികൾക്കായി ശാന്തിവിള ആശുപത്രിയിലേക്ക് മാറ്റി. ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കഴുത്തിലേറ്റ മുറിവിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആത്മഹത്യയാണോ എന്നതിൽ വ്യക്തത വരൂ. കുട്ടി സ്ഥിരമായി ഗെയിം കളിച്ചിരുന്നു. എന്നാൽ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. അലോഹിനെ കൂടാതെ അമ്മയും സഹോദരിയുമാണ് വീട്ടിലുള്ളത്. അച്ഛൻ വിദേശത്താണ്. ചിന്മയ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലോഹനാഥ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. മാർപ്പാപ്പയ്ക്ക് ഉടൻ ആശുപത്രി വിടാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സമ്പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർ ഇതാദ്യമായാണ് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. ശ്വാസകോശ അണുബാധ കുറഞ്ഞെങ്കിലും ശ്വാസതടസ്സം പൂർണ്ണമായി മാറിയിട്ടില്ല. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. പ്രായാധിക്യവും മറ്റ് അസുഖങ്ങൾ ഉള്ളതുമാണ് വെല്ലുവിളിയെന്ന് മെഡിക്കൽ സംഘം. ഒരാഴ്ചയിലധികം ആശുപത്രിയിൽ തന്നെ തുടരേണ്ടിവരും. The Pope is fine. The reason that we are here because it's 1 week that he's in hospital, and so he asked to us, myself and Dr. Luigi Carbone, to give you some information. Of course, he has in critical condition. That means that one patient of 80 years old with chronic lung disease, and you have some infection, virus, mycetes, and bacteria. It's critical condition, but he's fine now. He's fine. We hope that, and we are working every day with Mr. Strappetti, Dr. Luigi Carbone, and or other my colleague, as I told before, Professor Carlo Torti, Professor Luigi Richeldi, Professor Antonio Gasbarini. അനാരോഗ്യം തടസ്സമായാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. അതേസമയം നല്ല മനഃശക്തിയുള്ളയാളാണ് പാപ്പയെന്നും ഈ വർഷം തീരും വരെ തുടരാനാണ് അദ്ദേഹം ശ്രമിക്കുകയെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറ്റാലിയൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ പ്രമുഖ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇറ്റലിക്കാരനായ കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. ഇതിനു മുൻപത്തെ മാർപ്പാപ്പയായ ബെനഡിക്ട് 16-നും സ്ഥാനമൊഴിഞ്ഞിരുന്നു. അനാരോഗ്യമായിരുന്നു കാരണമായി പറഞ്ഞത്. തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റത്.